അപ്പൊ ഈ ഓണക്കാലം മോഹൻലാൽ തൂക്കോ? ആ തൂത്ത് വാരും, അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ, ഒന്നും പറയാനില്ല. ഹലോ, ഹായ് ഹായ്. ഫസ്റ്റ് ഹാഫ് മൊത്തം ഇറങ്ങിയോ? ലാലേട്ടനെ അറിയാം. ഒരു അബ്രപ്റ്റ് എൻഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന് വേണമെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്കും ഒക്കെ ഒരു ഫീൽ ഗുഡ് എന്ന രീതിയിൽ നമുക്ക് വായിച്ചെടുക്കാം എന്നുള്ള രീതിയിലേ ഉള്ളൂ. ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തു. ലാലേട്ടൻ കരഞ്ഞ നമ്മളും കരയുന്നതാണല്ലോ, അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഹാട്രിക് അടിച്ച പുള്ളി, മൂന്നാമത്തെ പടം ഹിറ്റായോ? നല്ലൊരു ഫാമിലി ഫൺ കോമഡി എന്റർടൈനറാണ്. മോഹൻലാലിന്റെ ആ മൈന്യൂട്ട് എക്സ്പ്രഷൻസും എല്ലാം അടിപൊളി. സംഗീത് പ്രതാപമായിട്ടുള്ള കോംബോ സൂപ്പർ. ഒരു ഫീൽ ഗുഡ് മൂവി. വിന്റേജ് ലാലേട്ടൻ തിരിച്ചു വന്നു? അങ്ങനെയല്ല, നോർമലി പുള്ളി തുടരും മൂവിക്കകത്തൊക്കെ എങ്ങനെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത് അതേപോലെ ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു സംഗീത് പ്രതാപിന്റെ? സൂപ്പർ, നല്ല എൻഗേജിങ് ആണ് പടം. ഇങ്ങനെ ബോർ അടിക്കൂല. ലാലേട്ടൻ നന്നായിട്ടുണ്ട്. അവർ കോംബോ ഒക്കെ വർക്ക് ആയിട്ടുണ്ടോ? സംഗീതമായിട്ട് നല്ല കോംബോ. ഫസ്റ്റ് ഷോക്കേനെ കാണാനുള്ള ഭാഗ്യം കിട്ടി. നല്ല സിനിമയാണ്, ഹൃദയപൂർവ്വം സിനിമ, ഹൃദയത്തിൽ പറഞ്ഞു നിൽക്കുവാണ്. ലാലേട്ടൻ സൂപ്പറായി. നീ സിനിമ 1-2 തവണ കൂടെ കാണണമെന്നുണ്ട്. ഓരോ ഡയലോഗും ഓരോ സീനും മനസ്സിൽ ഹൃദയത്തിൽ തങ്ങി നിൽക്കാൻ വേണ്ടി കാണും. നല്ല സിനിമ, വെരി ഹാപ്പിയാണ്. സത്യൻ അന്ത്യക്കാരൻ്റെ സിനിമ എല്ലാം നല്ല, ഇതും അത് തന്നെയാണ്. തികച്ചും വ്യത്യസ്തം നിറഞ്ഞ സിനിമയാണത്. പിന്നെ അതല്ല, ഞങ്ങൾ ഇനിയും പോകാൻ പോയി. എൻ്റെ മോനും ഞാനും കൂടി പോയി. ഇനി ഈ സിനിമ കാണും. 2-ാം തവണ കാണുന്നുണ്ട്. ഓരോ സീനും മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കണം. നല്ല ഭാഗ്യം. വീട്ടിൽ ഒരുപാട് ടെൻഷനും വറീസായിട്ട് വരുന്നതാണ്. ഇത് കണ്ടപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം. ഇന്ന് സുഖമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റും. അതെ അതെ, എല്ലാവരും നല്ല ഫാമിലി എന്റർടൈൻസ്. അപ്പൊ ഈ ഓണക്കാലം മോഹൻലാൽ തൂക്കോ? ആ തൂത്ത് വാരും, അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ, ഒന്നും പറയാനില്ല. മറ്റേ മാളവിക മോഹനും അവരവരുടെ ഭാഗത്തുനിന്ന് സംഗീതം എല്ലാം അവരുടെ റോള് എല്ലാം നല്ലപോലെ ചെയ്ത് ഞാൻ വെരി ഹാപ്പിയാണ്. എൻ്റെ മോനും ഭയങ്കര ഹാപ്പിയാണ്. വിഷ് എ ഹാപ്പി ഓൺ. അടിപൊളി പടം ബ്രോ. ലാലേട്ടൻ്റെ ഈ വർഷത്തെ ഹാട്രിക് വിജയമാണിത്. അതെ അതെ, ബ്ലോക്ക് ബസ്റ്ററാണ്. ഓണം തൂക്കിയത് ലാലേട്ടൻ തന്നെയാണ്. കാരണം ലാലേട്ടനും സത്യനേക്കാട് എപ്പോഴും ഒന്നിക്കുമ്പോൾ അവരിലൊരു വിസ്മയം ഉണ്ടാവും. ആ തന്നെയാണ് ഈ സിനിമ. പഴയ ലാലേട്ടനെ കാണാൻ പറ്റും തീർച്ചയായും. കാരണം ലാലേട്ടന്റെ കുസൃതി, ചിരി, കോമഡി എല്ലാം ഉള്ള ഒരു എല്ലാ ഇമോഷൻസും ഉള്ള അടിപൊളി ഒരു പടമാണ്. അപ്പൊ ഈ ഓണം ലാലേട്ടൻ തൂക്കും? ഷുവർ ഷോട്ടാണ്. നല്ല സിനിമ. ഓണം ലാലേട്ടൻ തൂക്കും? ഞാൻ ലോകം കണ്ടിട്ട് ബാക്കി നോക്കാം. ഓക്കെ, എന്നെ ഓണം തൂക്കിയിട്ടുണ്ട്. എല്ലാവരും കാണേണ്ട ഒരു പടമാണ്. പഴയ ലാലേട്ടൻ തിരിച്ചു വന്നിട്ടുണ്ടോ? പഴയ ലാലേട്ട ആ ഒരു മൊത്തം എക്സ്പ്രഷൻ എല്ലാം കിഡിലുമായിട്ടുണ്ട്. ഇതിനകത്ത് നല്ല ആക്ടിംഗ് ആണ്. ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തു. ലാലേട്ടൻ കരഞ്ഞ നമ്മളും കരയുന്നതാണല്ലോ, അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഓണത്തിന്റെ ഒരു ട്രീറ്റ് ആണ്. ലാലേട്ടന്റെയും സത്യനന്ദിക്കാന്റെ ഒരു ട്രീറ്റ് ആണ്. പിന്നെ സംഗീതിന്റെയും ലാലേട്ടന്റെയും കോംബോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ട് സിനിമയ്ക്ക്. നമ്മുടെ ലാലേട്ടൻ ഇതുവരെ കണ്ട ക്യാരക്ടേഴ്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ പക്ക ഫീൽ ഗുഡ് ആണ് പടം. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു കാലഘട്ടമായിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരു സിനിമ കൂടിയാണ്. പിന്നെ ഭയങ്കരമായിട്ട് ഫാമിലി ഓഡിയൻസിന് ഓണത്തിന് ഉറപ്പായിട്ട് വന്ന് കാണാവുന്ന പടമാണ്. ഈ ഓണം ലാലേട്ടൻ തൂക്കും? അത് എപ്പോഴാണെങ്കിലും ലാലേട്ടൻ തന്നെ അത്രേ ഉള്ളൂ. സത്യനന്ദിക്കാട് മൂവി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത്രയും ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ കൊണ്ടുവന്നില്ല. ബിക്കോസ് എന്നുവെച്ചാൽ നല്ല മൂവീസ് ആണ് അദ്ദേഹം എടുക്കുന്നത്. എന്നാലും ടൈം എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടല്ലോ. അപ്പം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാം. വലിയൊരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്നുള്ള സിനിമയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞെട്ടി. അല്ല, ഞാനേ ഓടി വന്നത് ഈ കൈക്കുഞ്ഞൊക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ഒരു ലാലേട്ടൻ ഫാനാണ്? അതാണോ ഈ ഫസ്റ്റ് ഷോയ്ക്ക് വന്നേ? ലാലേട്ടൻ ഫാനാണ്. ലാലേട്ടൻ ഒരുപാട് ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു. ഞങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. അത് കണ്ടല്ലേ കണ്ണ് നിറഞ്ഞത്. ലാലേട്ടനെ ഇങ്ങനെ സ്ക്രീനിൽ കാണാൻ പറ്റി, ഒരുപാട് പേരുടെ കയ്യടിയുടെ ഇടയിൽ കാണാൻ പറ്റിയത് ഞാൻ അത്രയും ലൈഫിൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ലാലേട്ടൻ. എക്സ്പെക്ട് ചെയ്യാത്തൊരു സിനിമ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊന്നും വിചാരിച്ചില്ല. പിന്നെ നമുക്ക് കൈയടിക്കാനുള്ള മൊമെന്റ്സ് ഒരുപാടുണ്ട്, ചിരിക്കാൻ ഒരുപാടുണ്ട്. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് മസ്റ്റായിട്ടും ഒരു തിയേറ്റർ ടിക്കറ്റ് വാച്ച് തന്നെയാണ്. ഹലോ, ഹായ് ഹായ്. ഫസ്റ്റ് ഹാഫ് മൊത്തം ഇറങ്ങിയോ? ലാലേട്ടനെ അറിയാം. ടിവിയിലൊക്കെ കണ്ട് ലാലേട്ടനെ അറിയാം. കൂടുതലായിട്ട് ഹൃദയപൂർവ്വം ആ ഒരു പേര് പോലെ തന്നെ സത്യൻ അന്തിക്കാടിൻ്റെ നല്ലൊരു സ്ക്രിപ്റ്റിംഗ് ആണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയത്തിൽ കൊള്ളുന്ന അതേപോലത്തെ കോമഡിയും പടം ഇമോഷണൽ ആണെങ്കിലും നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. അതേപോലെ മാളവികയും സംഗീതയും നമ്മുടെ പഴയ നടി സംഗീതമുണ്ട്. പക്ഷേ എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് സംഗീതമാണ്. കാര്യം ഇത്രയും വർഷം അവരെ ഇതില്ലായിരുന്നു പടത്തിൽ. പക്ഷേ ഇപ്പോൾ അവർ അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും അവർ ഈ സിനിമയിൽ ആ സ്ക്രീനിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ മാളവികേനെ കാട്ടി കുറച്ചുകൂടെ മുന്നിൽ തന്നെയാണ്. കാര്യം ഗ്ലാമറിലായിരുന്നാലും അവരെ ആ ഒരു ശരീരപ്രകൃതിയെല്ലാം അവർ നല്ലൊരു ക്യൂട്ടാണ്. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ക്യാമിയോ റോളായിട്ട് നമ്മുടെ രസതന്ത്രം സിനിമയിലെ നമ്മളൊരു നായികയുണ്ട്. ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഹൃദയഭേദകമായ നല്ല ഒരു മെസ്സേജാണ് ഹൃദയപൂർവ്വം നമുക്ക് തന്നിരിക്കുന്നത്. ലാലേട്ടൻ്റെ ആ ഒരു പ്രായത്തിന് അനുസരിച്ചിട്ടുള്ള ആ ഒരു, പിന്നെ
അഭിനയത്തെക്കുറിച്ച് നമുക്ക് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അതേപോലെ നടന്ന വിസ്മയമാണ്. നല്ലൊരു മൂവിയാണ്. ഓണത്തിന് നമുക്ക് കുടുംബത്തോടെ വന്നിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയായിട്ട് ഹൃദയപൂർവ്വം വന്നിരിക്കുകയാണ്. ഇതിന് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു സിനിമയാണോ? തീർച്ചയായിട്ടും എല്ലാ ഫാമിലി എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടും. കുട്ടികൾക്കടക്കം വലിയ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ലാലേട്ടൻ ഫാനാണോ? എല്ലാവരുടെയും ഫാനാണ്. എല്ലാവരുടെയും ഫാനാണ്. ലാലേട്ടൻ ഇഷ്ടമാണോ? എല്ലാവരും ഇഷ്ടമാണ്. എല്ലാവരും ഇഷ്ടമാണ്. ഷോ ബ്ലോക്ക് ബസ്റ്റർ. അതിനേക്കാളൊക്കെ ഉപരി എന്നും എത്ര വേണമെങ്കിലും കാണാം. അത്ര എൻജോയബിൾ മൂവിയാണ്. ഇറ്റ് വിൽ സ്റ്റേ. നമുക്ക് പഴയ ലാലേട്ടനെ കാണാൻ പറ്റും പടത്തിൽ. ലാലേട്ടൻ കലക്കി, സംശയമില്ല. എല്ലാ ഓഡിയൻസിനും എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടും. കംപ്ലീറ്റ് ഓഡിയൻസ് ക്ലാപ്പ് ചെയ്തു പടം തീർന്നപ്പോൾ. സത്യനന്ദിക്കാന്റെ ബെസ്റ്റ് തന്നെയാണ് ഇൻ എ ലോങ് ടൈം. അപ്പോൾ ഈ ഓണത്തിന് ഫാമിലി ആയിട്ട് പോയി കാണാൻ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഫാമിലി ഓഡിയൻസിനൊക്കെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. ഒരു അബ്രപ്റ്റ് എൻഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന് വേണമെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്കും ഒക്കെ ഒരു ഫീൽ ഗുഡ് എന്നുള്ള രീതിയിൽ നമുക്ക് വായിച്ചെടുക്കാം എന്നുള്ള രീതിയിലേ ഉള്ളൂ. എനിക്കൊരു കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ടിരിക്കാം, മുഷിപ്പില്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. പക്ഷെ എല്ലാവരും ഭയങ്കര അടിപൊളി എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ലാലേട്ടൻ തിരിച്ചു വന്നു എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. പഴയ ലാലേട്ടൻ. ഇത് ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടല്ലേ ഉള്ളത്. അപ്പം നമുക്ക് ഇപ്പോഴേ ഒരു വിധി എഴുതാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ കുറെ കൂടെ മറ്റു ഒരു ന്യൂട്രൽ ഓഡിയൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അല്ലേ പ്രത്യേകിച്ച്. പിന്നെ ഫാമിലീസിന് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്കൊരു ഓൺ ടൈം വാച്ചബിളായിട്ട് തോന്നിയതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കഥയിലൊന്നുമില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ പ്ലോട്ട് അത് തന്നെയാണ്. തുടക്കം മുതൽ അവസാനം വരെ അത് തന്നെയാണ്. അവിടെ തന്നെ നിന്നിങ്ങനെ കറങ്ങുകയാണ്. അപ്പം മുന്നോട്ടൊന്നും പോകുന്നില്ല. അപ്പം നമ്മൾ ഒരു പ്രതീക്ഷയൊക്കെ തരുന്നുണ്ട് ഇടയ്ക്ക്. സിനിമ ഇങ്ങനെ പോകും, അല്ലെങ്കിൽ ഇങ്ങനെ പോകും, അല്ലെങ്കിൽ വേറൊരു ടേൺ എടുക്കും, അല്ലെങ്കിൽ വേറൊരു എന്തെങ്കിലും. അപ്പം അങ്ങനത്തെ ഒന്നുമില്ല. ഫ്ലാറ്റായിട്ട് ഇങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ ഒരേ ഗ്രാഫിൽ പോവാണ്. പക്ഷെ മുഷിപ്പിക്കുന്നില്ല എന്നുള്ളൊരു. ഓണത്തിന് ഫാമിലി ഓഡിയൻസിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിരിക്കും അല്ലേ? ഓണത്തിന് ഫാമിലി ഓഡിയൻസിന് എന്തെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും. മീൻസ് ഇമോഷണൽ കണക്റ്റെല്ലാം തുടക്കത്തിൽ വർക്കാവുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്ന് തന്നെ ഇങ്ങനെ ഒരേ ഇത് തന്നെ ഇങ്ങനെ അതിൻ്റെ ഒരു ആവർത്തന വിരസത പല ഇടങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കും.